അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അതേസമയം അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. ചൊവ്വാഴ്ച രാവിലെ 8:30 ശേഷമാണ് അർജുനുമായുള്ള ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതെന്നാണ് ഭാര്യ കൃഷ്ണ പറയുന്നത്. ഇങ്ങനെയൊരു ദുരന്തം പ്രതീക്ഷിക്കാത്തതിനാൽ 2 ദിവസം കാത്തുനിന്നു. 4 ദിവസം പിന്നിട്ടിട്ടും കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ലെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറയുന്നു. 4 ദിവസമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവിടെ 4 ദിവസമായിട്ട് റെസ്ക്യൂ നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഇനിയും റെസ്ക്യൂ നിർത്തിവെച്ചാൽ ഞങ്ങൾ അർജുനെ കിട്ടുന്നവരെ കിട്ടണം. അതിന് റെസ്ക്യൂ നിർത്തരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബന്ധുക്കളും നാട്ടുകാരും അങ്കോളയിലെ മലയിടിച്ചിലിൽ മലയാളി അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം സംസ്ഥാന സർക്കാരിന് കൈമാറിയതിനു ശേഷമാണ് കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടന്നത്. കർണാടക സർക്കാരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി വി വേണുവിന് അടിയന്തര നിർദ്ദേശം നൽകി. മന്ത്രി AK ശശീന്ദ്രൻ കർണാടക മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് കലക്ടർ സ്നേഹിൽ കുമാറിന് കർണാടകയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഏകോപിപ്പിക്കാൻ ചുമതല നൽകി. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും ഭരണ സംവിധാനവും അതിവേഗം കാര്യങ്ങൾ നീക്കി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, MK രാഘവൻ MP എന്നിവർ അർജുന്റെ ബന്ധുക്കളെ സന്ദർശിച്ച് സമാശ്വസിപ്പിച്ചു. നാവികസേന വെള്ളിയാഴ്ച ഉച്ചയോടെ രക്ഷാദൗത്യം ആരംഭിച്ചു. GPS അവസാനമായി രേഖപ്പെടുത്തിയ സ്ഥലത്ത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയോടൊപ്പം 2 വശത്ത് നിന്ന് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ്. അർജുൻ ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് വളരെ ഉയരത്തിൽ മണ്ണും കല്ലും മൂടിക്കിടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മണ്ണും കല്ലും കുത്തിയൊലിച്ചെത്തിയ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. NDRF, അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുണ്ട്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. അർജുൻ തിരിച്ചു വരുന്നതും കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അർജുന്റെ കുടുംബം. കണ്ണാടിക്കൽ നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില.